അഭി പറയും അവൾ പിരിഞ്ഞു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അച്ഛനെന്നെ കുടുംബം ഏൽപ്പിച്ചു പോയത് എല്ലാവരും വഴി പിരിഞ്ഞു പോകാനല്ല, എല്ലാവരും ഒന്നിച്ച് ജീവിക്കാനാണ്. ഈ കുടുംബത്തിലേക്ക് നിൻ്റെ അമ്മ വന്നപ്പോൾ വരെ ഞാൻ സന്തോഷിച്ചു. ഇപ്പോൾ ഇതാ ഈ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ഏറ്റവും പ്രിയപ്പെട്ട അനിയത്തി വന്നിരിക്കുന്നു. അതെനിക്ക് തീരാ നഷ്ടം തന്നെ ജാനകി. ജാനകിക്കാണെങ്കിൽ അഭിയെ ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. ഇന്ദ്രജ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്നിട്ട് നകുലനോട് പറയാണ്, നല്ല കുട്ടി, ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു. ഇന്ദ്രജ നകുലനോട് ജാനകിയെപ്പറ്റി അന്വേഷിക്കുമ്പോൾ നകുലൻ ജാനകി തമ്പിയോട് കേസിൽ തോറ്റ കഥകളൊക്കെ പറയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇന്ദ്രജയ്ക്ക് ഒരു കോള് വരും. ഇന്ദ്രജ പറയും, ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വിളിച്ചിട്ടില്ലാത്തൊരു കോളാണിത്, പക്ഷേ ഞാനന്ന് വെറുതെ സേവ് ചെയ്ത് വെച്ചിരുന്നു എന്ന് പറയും. നകുലൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രജ പറയും, തമ്പി. ഇന്ദ്രജയോട് തമ്പി ചോദിക്കും, ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കും. ഇന്ദ്രജ പറയും, കാണാം, എവിടെ വെച്ച് കാണണമെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയും. കോള് കഴിഞ്ഞിട്ട് ഇന്ദ്രജയോട് നകുലൻ പറയും, എന്തായാലും അയാളെ പോയിട്ട് കാണണമെന്ന് പറയും. ഇന്ദ്രജ പറയും, തമ്പി ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തമ്പിക്ക് കൈ കൊടുക്കാമെന്ന് പറയും. തമ്പിക്ക് CIയുടെ ഒരു കോള് വരികയാണ്. അയാൾ തമ്പിയോട് പറയും, ഇന്ന് അഭിയും സക്കീർ ഹുസൈനും ഇവിടെ വന്നിരുന്നു. ജാനകിയുടെ അപകടമായിട്ട് ബന്ധപ്പെട്ട് തമ്പിക്കെതിരെ ഇവിടെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയും. തമ്പി സ്വയം ന്യായീകരിച്ച ഓരോ കാര്യങ്ങളിങ്ങനെ പറയും. CI ചോദിക്കും, ഇതിൽ സേനനെങ്ങാനും വല്ല പങ്കുണ്ടോ, അയാളുടെ മരണമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തമ്പിക്ക് തോന്നും സേനൻ്റെ തലയെ കെട്ടിവെച്ച പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന്. തമ്പി പറയും, സേനന് ചെറിയ പേടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. കേസിൽ നടരാജൻ സാക്ഷി പറയുമ്പോൾ അത് സേനനെ ബാധിക്കുമെന്ന് പേടിയായിരുന്നു എന്നൊക്കെ പറയും. സേനൻ ചെയ്തിട്ടില്ലെന്ന് പറയാൻ ഞാനാളല്ല, പക്ഷേ എൻ്റെ അറിവോടെ സേനൻ ചെയ്തിട്ടില്ലെന്ന് തമ്പി പറയും. പൊന്നു ജാനകിയോട് നിരഞ്ജന ഇവിടെ വന്ന് നിൽക്കാത്തതിനെ പറ്റി ചോദിക്കുകയാണ്. ജാനകി പറയും, നിരഞ്ജനയ്ക്ക് അവരുടെ അച്ഛനുമായിട്ട് കേസ് ഡിസ്കസ് ചെയ്യാൻ അവിടെ നിൽക്കുന്നതെന്ന് പറയും. അതിൻ്റെ ഇടയ്ക്ക് പൊന്നു ഹണി റോസിനെ കുറിച്ച് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ ജാനകിക്ക് ദേഷ്യം വരും. ജാനകി പൊന്നുവിനെ അവിടെ നിന്ന് പറഞ്ഞയക്കും. ആ സമയത്ത് അഭി അങ്ങോട്ട് കയറി വരികയാണ്. അഭി അപകടമായിട്ട് ബന്ധപ്പെട്ട് അതിൽ സേനനുള്ള ഇൻവോൾവിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. പക്ഷേ അതിൽ തമ്പിയുടെ പങ്ക് എവിടെയും തെളിയിക്കാൻ പറ്റുന്നില്ല. പൊന്നു വന്നിട്ട് അഭിയോട് പറയും, അജയ് ചെറിയച്ഛന് അച്ഛനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു എന്ന് പറയും. അഭി പറയും, ഞാനിപ്പോൾ വരാമെന്ന് പൊന്നു പോയിട്ട് പറയുമെന്ന് പറയും. അഭി അജയുടെ അടുത്തെത്തിയപ്പോൾ അജയ് പറയും, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും. അഭി പറയും, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഇവിടെ സംസാരിക്കാൻ ആർക്കും വിലക്കൊന്നുമില്ല എന്ന് പറയും. അജയ് പറയും, ഞാൻ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ രണ്ടാളും വിചാരിച്ചാൽ ഈ ഡിവോഴ്സ് ഇല്ലാതാക്കാമെന്ന് പറയും. അഭി ചോദിക്കും, ഈ ഡിവോഴ്സ് ഇല്ലാതാക്കിയിട്ട് എന്തിനാ, ഇനിയും നിൻ്റെ കൂടെ ജീവിക്കാനോ? അജയുടെ ഓരോ കാര്യങ്ങളും അഭി ഇങ്ങനെ പറയാണ്. കൂടെ ജാനകിയും പറയും. അജയ് പറയും, എൻ്റെ കയ്യിൽ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, കൂടുതൽ എനിക്ക് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടാണ്, പക്ഷേ നിരഞ്ജനയോടെ എനിക്ക് എന്നും സ്നേഹമായിരുന്നു എന്നൊക്കെ പറയും. അഭി പറയും, ഇപ്പം നിനക്ക് നിരഞ്ജനയെ വേണം, അവൾ നഷ്ടമാവുമെന്ന് ഉറപ്പായപ്പോൾ എന്തിനാടാ ഇങ്ങനെ ഒരു പാപം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്? ജാനകി അറിയും, പഴയതുപോലെ ഞങ്ങൾ പറഞ്ഞ എല്ലാം കേൾക്കുന്ന ആളൊന്നുമല്ല നിരഞ്ജന, കേസിൽ തോറ്റത് തന്നെ അവളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അഭി അജയ് കേസിൽ നിരഞ്ജനയ്ക്ക് എതിരായിട്ട് നിന്ന കാര്യങ്ങളെയൊക്കെ പറ്റി പറയും. അജയ് പറയും, കേസിൽ വരെ ഞാൻ നിരഞ്ജന ജയിക്കാനാണ് ആഗ്രഹിച്ചത്, ഞാൻ തമ്പിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയും. അഭി ചോദിക്കും, പിന്നെന്തിനാ നീ ആ വക്കാലത്ത് ഏറ്റെടുത്തത്? അജയ് പറയും, എനിക്ക് കുറച്ച് കാശ് തരാമെന്ന് അപർണ പറഞ്ഞിരുന്നു എന്ന് പറയും. അഭി പറയും, അപ്പോഴും നിൻ്റെ മനസ്സിൽ ചതിയാണ്, നീ അവരെ ചതിക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിക്കും. അജയ് പിന്നെയും അവരോട് അപേക്ഷിക്കുന്ന രീതിയിൽ സംസാരിക്കും. അഭി ജാനകിയോട് പറയും, ഏതായാലും ഞാൻ നിരഞ്ജനയോടൊന്ന് സംസാരിച്ച് നോക്കാം, ഏട്ടനെന്ന നിലയ്ക്ക് ഞാൻ അതെങ്കിലും ചെയ്യേണ്ടതെന്ന് പറയും. തമ്പി ജഗന്നാഥനുമായിട്ട് കേസിൽ ജയിച്ച കാര്യങ്ങളും സൂര്യനാരായണൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ജഗന്നാഥൻ പറയും, മോനെയും മരുമോളെയും ആ വീട്ടിൽ നിന്ന് ശരിക്കും മാറ്റണമെന്ന് പറയും. തമ്പി പറയും, അതൊരിക്കലും നടക്കില്ല, അവൻ ശ്രീരാമൻ്റെ മെതിയടി ചുമക്കുന്ന ലക്ഷ്മണനെ പോലെയാണ്, അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ ഞാൻ ലക്ഷ്യം വെച്ചതൊക്കെ എന്നേ നേടിയെടുത്തേനെ. ജഗന്നാഥൻ പറയും, അപർണ പഠനമൊക്കെ കഴിഞ്ഞ് വന്ന് തൻ്റെ കൂടെ ബിസിനസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്, വെറുതെ അവളെ അവിടെ നിർത്തി അവളുടെ ജീവിതം നശിപ്പിച്ച് കളയരുത്, അവളെനിക്ക് എൻ്റെ മകളെപ്പോലെ. തമ്പി പറയും, ഒരു ജീവിതം എരിയുമ്പോൾ എങ്ങനെയാണോ ആസ്വദിക്കുന്നത്, ഞാനും എൻ്റെ മോളും നേരിടുന്ന വെല്ലുവിളികൾ തനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. തമ്പി പറയും, എനിക്ക് തന്നോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണം, എൻ്റെ മോളോട് പോലും പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണം. തമ്പി ഇപ്പോൾ നിൽക്കുന്നത് ഒരു നൂൽപ്പാലത്തിലാണ്. ഒരു ഭാഗത്ത് ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന എൻ്റെ കുടുംബം, മറുവശത്ത് ഒരു സ്ത്രീയും അവരുടെ മോളും. അഭി നിരഞ്ജനയെ കണ്ട് ഡിവോഴ്സിനെ പറ്റി സംസാരിക്കുകയാണ്. ഒരു പ്രതീക്ഷയും എൻ്റെ ഈ വിവാഹ ജീവിതത്തിൽ ഇല്ലെന്ന് അഭിയേട്ടനെ അറിയാലോ, പിന്നെന്തിനാ ഞാൻ ഈ ചെങ്ങലിട്ട് ഇനിയും കഴിയുന്നത്? അഭി പറയും, നിൻ്റെ ഭാഗത്തും വീഴ്ചകളുണ്ട്, നീ അജയ്ക്ക് വേണ്ടി വാശി പിടിച്ചു, അതാണ് ആദ്യത്തെ പാളിച്ച. പിന്നെ നീ അജയെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല.